ഗണപതി, സാഗർ സൂര്യ, അമീൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണവും പൂജയും നാളെ തുടങ്ങും. ഇനി ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോവാം. പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ 37 ദിവസം കൊണ്ട് 17,22,00,000 രൂപയാണ് കേരള കളക്ഷൻ നേടിയിരിക്കുന്നത്. നരിവേട്ട സിനിമയുടെ 23 ദിവസത്തെ കേരള കളക്ഷൻ 16,82,00,000 ഡിറ്റക്റ്റീവ് വിജിലൻസ് സിനിമയുടെ 23 ദിവസത്തെ കേരള കളക്ഷൻ 4,80,00,000 മിഷൻ ഇമ്പോസിബിൾ സിനിമയുടെ 29 ദിവസത്തെ കേരള കളക്ഷൻ 3,90,00,000 ആഭ്യന്തര കുറ്റവാളി സിനിമയുടെ 9 ദിവസത്തെ കേരള കളക്ഷൻ 3,66,00,000 റോന്ത് സിനിമയുടെ 2 ദിവസത്തെ കേരള കളക്ഷൻ 1,41,00,000 വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ 2 ദിവസത്തെ കേരള കളക്ഷൻ 90,00,000 മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന സിനിമയുടെ ഡയറക്ടറായ അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മോളിവുഡ് ടൈംസ്. ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രത്തിൽ നെസ്ലിനാണ് നായകൻ. അതുപോലെ ഓഗസ്റ്റ് 1 കൊച്ചിയിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നത്. കൊച്ചിയിൽ തന്നെയാണ് സിനിമയുടെ പ്രധാന ലൊക്കേഷനും. ആസിഫ് അലിയുടെ ടിക്കി ടാക്ക സിനിമയിലേക്ക് വാമിക ഗാംബിയും കൂടി ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ജൂലൈയിലാണ് വാമികയുടെ ഷൂട്ടിംഗ്. അതുപോലെ ടിക്കി ടാക്ക സിനിമയുടെ 30% ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശിവകാർത്തികേയൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ മദ്രാസി സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഉടനെ വരുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ലോകേഷ് കനകരാജ് നായകനായിട്ട് അഭിനയിക്കാൻ പോകുന്നു. മാവീരൻ സിനിമയുടെ ഡയറക്ടറായ അരുൺ മാതീശ്വരനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നതെന്നും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ലോകേഷ് കനകരാജ് മാർഷൽ ആർട്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് റൂമേഴ്സ് വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ആക്ഷൻ ഹീറോ ആയിട്ടായിരിക്കും ലോകേഷ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. പരാശക്തി സിനിമയുടെ ഭാഗത്തുനിന്ന് ശ്രീലീലയുടെ ലൊക്കേഷൻ സ്റ്റില്ലുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അല്ലു അർജുനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന AA22 എന്ന സിനിമ നമ്മുടെ കൺട്രിയിലെ തന്നെ ഏറ്റവും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ചിത്രമായിരിക്കുമെന്നും ഒരുപാട് പുതിയ ടെക്നോളജീസ് ഈ ഒരു സിനിമയിൽ കൊണ്ടുവരുമെന്നും അറ്റ്ലി പറഞ്ഞിരിക്കുകയാണ്. ധനുഷിൻ്റെ കുബേര സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് പുറത്തു വരും. അതുപോലെ സിനിമയുടെ സെൻസറിങ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. 3 മണിക്കൂറും 1 മിനിറ്റുമാണ് സിനിമയുടെ ഡ്യൂറേഷൻ. RJ ബാലാജിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് സൂര്യ 45 സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഈ വരുന്ന ജൂൺ 20 പുറത്തു വരും. മാർക്കോ സിനിമയ്ക്ക് വന്ന നെഗറ്റീവ്സ് കാരണം മാർക്കോ 2 സിനിമ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണെന്ന് ഉണ്ണിമുകുന്ദൻ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. മാർക്കോ സിനിമ പോലെ തന്നെ വലിയ സിനിമകളായിട്ട് താൻ തിരിച്ചെത്തുമെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നുണ്ട്. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.